ഓർഗൻ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ ആ ഓർഗൻ റീജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ലൈക്ക് കിഡ്നിക്ക് വേണ്ടിയിട്ടോ അല്ല പല നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ത് ചെയ്യും, ഹിപ്നോസിസിൽ കൊണ്ടുപോകും ഇവരെ. ഒരു അപകടം ഉണ്ടായാൽ ഈ ബിൽഡിങ്ങിനെ തീ പിടിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാനും സാധിക്കുമെന്നുള്ള സ്ക്രിപ്റ്റ് മണ്ടേറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ പറയുന്ന ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് സാറ് പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് കൊടുത്ത് തന്നെ കൊണ്ടുപോകാൻ മാൻഡേറ്ററി ആണ് അത് നിർബന്ധമായിട്ട്. അതാണ് ഹെൽത്തി വേയിൽ ചെയ്യേണ്ടത്. ഈ എനർജിക്ക് സ്പേസും അല്ലെങ്കിൽ ബ്ലോക്കൊന്നുമില്ല. ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ എനർജി എനിക്ക് ഏതൊരു സ്ഥലത്തേക്കും അയക്കുവാനായിട്ട് സാധിക്കും. ഹിപ്നോസിസ് നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റാണ്. ഒരുപാട് ഹിപ്നോട്ടിക് എന്താ പറയുക പേഴ്സണാലിറ്റീസ് നമുക്ക് അറിയാം. വളരെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കൺസൾട്ടന്റ് ഉണ്ട്, ഒരുപാട് എക്സ്പേർട്ട് ഉണ്ട്. ആൻഡ് പല രീതിയിലുള്ള ഹിപ്നോസിസ് നമ്മൾ കണ്ടും കേട്ടും വരുന്നു. കോൺവെർസേഷൻ ഹിപ്നോസിസ്, റാപ്പിഡ് ഹിപ്നോസിസ്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അഭൗമമായ ശക്തി. അപ്പോ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സെഗ്മെന്റും കൂടെയാണ്. ഈവൻ എസ്പെഷ്യലി പഠിക്കുന്ന കുട്ടികളുടെ സ്കൂളിലാണെങ്കിൽ തന്നെയും കുട്ടികളുടെ ഒരു എന്താ പറയുക എഡ്യൂക്കേഷൻ എൻഹാൻസ്മെന്റ് ആണെങ്കിലും ടീച്ചറുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് തലങ്ങളിൽ ആവശ്യമാണ്. പലരും അറിഞ്ഞ് തന്നെ അടുത്ത ലെവലിൽ പോകുന്നുണ്ട്. സാർ, എന്താണ് ഹിപ്നോസിസ്? സാധാരണപ്പെട്ട രീതിയിൽ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പറയാമോ? ഹിപ്നോസിസ് അഗൈൻ ലൈക്ക് സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ പല ഭാഗങ്ങളിലും ഇതിനെ ഇനിയും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ആൾക്കാർ ഇതിനെ കാണുന്നത് ഒരു ഉഡായിപ്പ് പരിപാടി പോലെയോ അതല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ശൈലി പറയുന്നതാണ് ഈ ഉഡായിപ്പ് എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ കാരണം ആക്ച്വലി സംഭവിച്ചത് ഈ സ്റ്റേജ് ഷോസും ഈ മാജിക്കും ഈ മെന്റലിസവും ഈ ഹിപ്നോസിസവും തമ്മിൽ എന്ത് ചെയ്തു, മിക്സ് ചെയ്ത് കളയാം, കൊളാബ് ചെയ്തു. അപ്പൊ ഈ കൊളാബ് ചെയ്തുകൊണ്ട് ആക്ച്വലി ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ ഇപ്പം ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങില് ഈ മെന്റലിസത്തിന്റെ ചില ട്രിക്കുകൾ കാണിക്കും. അപ്പം ആ ട്രിക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ അത് രണ്ട് ഭാഗം ഒന്നിച്ചു വരുന്നുണ്ട്. ഒന്ന് NLPയുടെ റാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് ചില ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇപ്പം പ്രദീപിനോട് പറയുകയാണ് ഒരു കോണ്ടസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഐ ജസ്റ്റ് തിങ്ക് ഓഫ് എ ഫ്രൂട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ കൈകൊണ്ട് കാണിക്കുന്ന ഈ ജസ്റ്റേഴ്സിലൂടെ ഒരു പക്ഷെ ആപ്പിള് മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇതൊരു സത്യത്തിൽ പറഞ്ഞാൽ അതൊരു ടെക്നിക്കാണത്. ഒരു മൈൻഡിനെ നമ്മൾ കൊടുക്കുന്ന പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷെ അത് സത്യത്തിൽ ഹിപ്നോസിസ് അല്ല. അത് ഒരു സ്റ്റേജ് ഷോ ആണ്. അത് എന്തിനാണ് ഉപകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു മൈൻഡ് എന്റർടൈൻമെന്റിന് തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു ഇടയ്ക്ക് ഒരു ഫൺ ടൈപ്പ് ഒക്കെ പോകുന്ന സ്റ്റേജ് ഷോസ്, മാജിക്, മൈൻഡ് റീഡിങ്, ഇതൊക്കെ ആ ലെവലിലാണ്. പക്ഷെ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ പ്യൂർലി ബേസ്ഡ് ഓൺ ഹീലിംഗ് സൈഡ്, ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു തരത്തിലുള്ള വ്യക്തികൾക്കും അതിനെ വളരെ ശക്തമായ രീതിയിൽ അവരിലേക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത് നമ്മൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന സോക്കോൾഡ് പ്രോഗ്രാം ഉണ്ട്, അതാണ് സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിനെ നമുക്ക് ഹിപ്നോസിസിലൂടെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് അമേസിംഗ്ലി വണ്ടർഫുൾ ആണ്. ഈ ഹിപ്നോസിസിൽ കൂടെ ഇപ്പം പല ആൾക്കാരും ഹിപ്നോസിസ് എന്താണെന്ന് അറിയില്ല, കുറച്ചു പേർക്ക് അറിയാം, പക്ഷെ പേടിയുണ്ട്. അതായത് എന്റെ മനസ്സിലുള്ളതിന് സാർ എടുക്കും. സ്വാഭാവികമായിട്ടും ഇപ്പം എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അവരുടെയുള്ള കുറെ ഹൈഡ് സംഭവങ്ങളുണ്ട്. അപ്പൊ എന്റെ രഹസ്യങ്ങൾ സാർ ചോർത്തുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. ഇതല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. ഇതല്ല ഹിപ്നോസിസ്. ഫൈൻ. അപ്പോ ഈ ഹിപ്നോട്ടിക് ഇതുണ്ട്, എന്താ പറയുക, നമ്മുടെ ഇന്റേണൽ ക്ലെൻസിങ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിനെ സ്വന്തമായിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് അത്രയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഈ പിന്നെ ഹിപ്നോസിസിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ വരുന്നതാണ് ഓർഗൻ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ ആ ഓർഗൻ റീജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ലൈക്ക് കിഡ്നിക്ക് വേണ്ടിയിട്ടോ അല്ല പല നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ത് ചെയ്യും, ഹിപ്നോസിസിൽ കൊണ്ടുപോകും ഇവരെ. ഈ ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഉറക്കുന്ന സംഗതിയല്ല. ഉറക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്.
ഹിപ്നോസിസിൽ എന്ന് പറയും നമ്മൾ പറയും ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ സ്റ്റേറ്റ്സ് ഉണ്ട്. അതെ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഡെഡ് സ്ലീപ്പായി. അതെ. ഈ ഡെഡ് സ്ലീപ്പിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുത്താൽ അത് ആ ആളുടെ ഉള്ളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അതേ ഇന്റൻസിറ്റിയിൽ നൽകപ്പെടാൻ പറ്റത്തില്ല. കാരണം അത് കുറെയൊക്കെ അവ്യക്തമായിട്ട് കിട്ടും, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ അവരെ കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ എന്താണ്, അവർക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാനും പറ്റും. എന്നാൽ അവർക്ക് ഒന്നും നമ്മളോട് പ്രതിരോധിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാള് നമ്മൾ മയക്കിക്കെടുത്ത് അയാളുടെ കീശിൽ നിന്ന് പേന എടുക്കുകയാണ്, അല്ല പോക്കറ്റ് ATM കാർഡ് എടുക്കുകയാണ്. അവർക്ക് കൃത്യമായിട്ടും അറിയാം ATM കാർഡ് എടുക്കുന്നുണ്ട്, ഈ പെൻ എടുക്കുന്നുണ്ട് എന്നറിയാം. അതേസമയം അവർ ഹെൽപ്ലെസ് ആണ്, പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഹിപ്നോസിസിലായിപ്പോയി. അപ്പം ഇത്തരത്തിലുള്ള ഹിപ്നോസിസിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ടുപോകുമ്പോൾ അത് ഹെൽത്തിയും ആരോഗ്യപരവുമാണ് എങ്കിൽ നമ്മൾ ആളെ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വളരെ ശക്തമായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് കൊടുക്കും. എന്താണ് ആ സ്ക്രിപ്റ്റിംഗ്? ഞാൻ ഈ നിമിഷം മുതൽ നിങ്ങൾ പരിപൂർണമായിട്ട് എനിക്ക് വിധേയപ്പെട്ടിരിക്കും. ഇനി ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊറാലിറ്റിക്കോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അതിനെ സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം എന്തെങ്കിലും ഈ പ്രോസസ്സിനിടയിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു അപകടം ഉണ്ടായാൽ ഈ ബിൽഡിങ്ങിന് തീ പിടിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാനും സാധിക്കുമെന്നുള്ള സ്ക്രിപ്റ്റ് മണ്ടേറ്ററി കൊടുത്തിരിക്കണം. കൊടുക്കണം. അത് കൊടുക്കാതെയാണ് പലപ്പോഴും ഈ പോകുന്നത്. അതാണ് ഈ അപകടം വരുന്നത്. അപ്പൊ നമ്മൾ ആ സ്ക്രിപ്റ്റിംഗ് എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഓർഗൻ റീജനറേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് ഇവരെ ശാന്തമായി നമ്മൾ കൊണ്ടുപോയി ആ പ്രോസസ്സിങ് അനുസരിച്ച് ഈ ഓർഗൻ റീജനറേഷൻ നമ്മൾ ചെയ്യും. അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിലൂടെ ആ ഓർഗനെ അത് നമ്മൾ ഒരു സർജറി ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ ടെക്നിക്കുകളുണ്ട്. അങ്ങനെയാണ് അതിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ പറയുന്ന ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് സാറ് പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് കൊടുത്ത് തന്നെ കൊണ്ടുപോകാൻ മാൻഡേറ്ററി ആണ്. അത് നിർബന്ധമായിട്ട് അതാണ് ഹെൽത്തി വേയിൽ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മള് പലപ്പോഴും ഞാൻ ഇങ്ങനെ ആൾക്കാരെ ക്ലാസ്സിലൊക്കെ എന്റെ NLP ക്ലാസ്സിലും അല്ലെങ്കിൽ ഹിപ്നോസിസിലും ഒക്കെ വരുമ്പോൾ ഇവര് പറയാറുണ്ട് ഞാൻ ഹിപ്നോസിസ് എല്ലാം ചെയ്ത ആളാണ്, പഠിച്ച ആളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇവർ എത്രമാത്രം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവർ ലെവൽ 2ലേക്കും 3ലേക്കും ഒക്കെ അഡ്മിഷൻ ചോദിക്കും. അപ്പം ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ഇവർ പറയുമ്പോൾ ഇവർ മെത്തഡോളജി ഒക്കെ പറയുന്നുണ്ട്. സ്റ്റെയർ കേസ് ടെക്നിക്, കൗണ്ടിങ് ടെക്നിക്, പല പല ടെക്നിക്കുകളുണ്ട്. അതൊക്കെ ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള പലപ്പോഴും അവിടെ വരാറില്ല. അത് വലിയ അപകടവുമാണ്. സാർ, അപ്പൊ ഈ ഹിപ്നോസിസ് നമ്മൾ നോർമലി ഇപ്പൊ ഡിസ്റ്റൻസ് ഹിപ്നോസിസ് ചെയ്യുന്ന സമയങ്ങളിൽ നോർമലി പലരും പറയാറുണ്ട് എനിക്കിപ്പോ ഡിസ്റ്റൻസ് ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. സോ എല്ലാവർക്കും എല്ലാ സമയങ്ങളും അടുത്ത് പറ്റണമെന്നില്ല. അതിന് എന്തുമാത്രം പ്രാക്ടിക്കാലിറ്റി ഉണ്ട്? നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫിസിക്സിന്റെ മേഖലയിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പം ക്വാണ്ടം ലീപ്പിംഗ്, ക്വാണ്ടം ജമ്പിങ് എന്നൊക്കെ പറയുന്നതിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡോക്ടർ അമിത് ഗോസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആള് കൂടുതലും അമേരിക്കയിലാണ്. ആള് ഈ ഒരു മേഖലയിൽ അഗ്രഗണ്യനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പ് 2 ആഴ്ചയോളം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം എന്റെ ഒരു കൺസേൺ ആയിരുന്നു. ആളുടെ സ്പെഷ്യലൈസേഷൻ ഇതിലുമാണ്. അപ്പം എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ എനർജിക്ക് സ്പേസും അല്ലെങ്കിൽ ബ്ലോക്കൊന്നുമില്ല. ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്റെ എനർജി എനിക്ക് ഏതൊരു സ്ഥലത്തേക്കും അയക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആരെയാണോ ഡിസ്റ്റൻസ് ഹീലിംഗിലേക്ക് എടുക്കുന്നത് ആ ആളുടെ മൈൻഡും അല്ലെങ്കിൽ ആ വേവ് ലെങ്തും ഇവിടുന്ന് അയക്കുന്ന ആളുടെ വേവ് ലെങ്തും തമ്മിൽ ഒന്നാക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും സയന്റിഫിക്കലി നമുക്ക് ഹീലിംഗ് കൊടുക്കുവാനും അത് അവിടെ കാണാനും പറ്റും. ഞാൻ ആക്ച്വലി ഈ കോവിഡിന്റെ ടൈമിൽ ഈ ഹിപ്നോസിസ് ഓൺലൈനിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. എന്നാലും ഇതേ ചോദ്യം അവിടെ വന്നു. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ആക്ച്വലി. ആള് ശരിക്കും ആളുടെ പേരൊക്കെ പറയാൻ നമ്പറൊന്നും പറയുന്നതിന് പ്രയാസമുള്ളതല്ല. ആർക്കെങ്കിലും പേഴ്സണലി വേണമെങ്കിൽ ഇത് ശരിയാണെന്ന് ടെസ്റ്റൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ എൻ്റെ കണ്ണൂർ എൻ്റെ ഏറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പം ബഹ്റിനിലുള്ള ഒരാള്, ആ ആള് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പം ഞാൻ പറഞ്ഞത് ആ എനർജി നമുക്ക് എങ്ങനെയാണ്, വലിയ ക്രൗഡാണ്, അപ്പൊ എങ്ങനെ നമുക്ക് വിസിബിൾ ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ കാണിച്ചു തരാം.
എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളോട് എഴുന്നേറ്റ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ എനർജി ഇതിലെ വിരൽ തുമ്പിലൂടെ നമ്മളിവിടെ അങ്ങോട്ട് പോകുന്നതായിട്ട് മനസ്സ് കാണുകയും ആ ആളോട് നമ്മൾ പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ തുടങ്ങിയ ആൻഡ് യു ആർ ഗോയിങ് ടു ഫോൾ ഡൗൺ. ഇമ്മീഡിയറ്റ്ലി ഹി ഫെൽ ഡൗൺ. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. യെസ്, സന്തോഷം. ഈ പറയുന്ന ഹിപ്നോസിസ് നല്ല എന്താ പറയുക, പഠിക്കാൻ താല്പര്യമുള്ളവർ നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയി പഠിക്കട്ടെ. ഹിപ്നോസിസിൽ നിന്ന് പൂർണ്ണമായിട്ടും പേടിക്ക് പകരം പുതിയ പുതിയ അറിവുകൾ കിട്ടട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.